ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു തേങ്ങാച്ചോറിൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രം ഞങ്ങൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ പാത്രം കണ്ടിട്ട് ആരും ഞെട്ടണ്ട കേട്ടോ, കാരണം ഞങ്ങളുടെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിന് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു പാത്രം എടുത്തേക്കുന്നത്. അപ്പം നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളത് മിക്സാക്കി കൊടുക്കണം. നെക്സ്റ്റ് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിന് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ അരിക്ക് ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന വെള്ളത്തിന് പകരമായിട്ട് തേങ്ങാപ്പാൽ എടുക്കുക. അതാണ് ഇവിടെ ഡിഫറൻസ്. അത് നമ്മൾ കുറുകനെ ഉള്ള തേങ്ങാപ്പാൽ വേണമെന്നൊന്നുമില്ല. ഞങ്ങളൊരു ലൂസ് കൺസിസ്റ്റൻസിയിലെ തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് തിളയ്ക്കാൻ വിടാതെ വെള്ളം പോരാന്ന് തോന്നിയിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് വീഡിയോ മിസ്സായി പോയിട്ട് അതാണ് അത് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ റേഷനരിയാണ് കേട്ടോ ഇവിടെ എടുത്തേക്കുന്നത്. റേഷനരി എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചോറാവും. നമ്മൾ വച്ചിട്ടൊരു 15 മിനിറ്റ് അത്രയും മതിയെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ടൈം അറിയില്ല, പക്ഷെ നല്ല വേഗം നമ്മൾ ചോറാവും കേട്ടോ അത്. പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അത് തിളച്ചൊന്ന് മൂടി വെച്ചൊരു കുറച്ച് ടൈം ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ചോറാവും ഓൾറെഡി. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് അടുപ്പത്ത് കിടന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അത് മൂടി വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അതിൻ്റെ ഒരു ഗാർണിഷായിട്ട് നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാച്ചോറിൻ്റെ മുകളിൽ മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്നത് ഭയങ്കര നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാള വേഗം വഴണ്ട് കിട്ടാനായിട്ട് ഉപ്പിടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വഴണ്ട് വന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില കുറേ വാരി വിതറി ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു സ്പെഷ്യൽ ഐറ്റമാണ് വേപ്പില. അത് എവിടെ നിന്നെങ്കിലും ഒപ്പിച്ച് കൂട്ടി ഇടും. അത് കുറേ ഇടുമെന്ന് പറഞ്ഞ് ഞാൻ മൂത്തുമാടത്ത് പറയായിരുന്നു, ഇതെന്തിനാ ഇത്രയും കറിവേപ്പില ഇട്ടേക്കുന്നതെന്ന് ചോദിച്ച്. ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. തക്കാളി ഇടുമ്പം 3 തക്കാളി വരെ ഇടാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഒരു തക്കാളി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഒരെണ്ണം ഇട്ടതാണ്. എന്തോരം ഒരു 3 തക്കാളി വരെ ഇടാം, ഒരു മീഡിയം. നല്ല ടേസ്റ്റ് ആയിരിക്കും തക്കാളി അധികം ചിക്കൻ കറിയിലുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് പൊടികൾ എടുക്കാം. ഞാനൊരു 2 സ്പൂൺ നോർമൽ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ കുറച്ച് മസാലക്കറിയാണ് കേട്ടോ. കുറച്ച് അധികം മസാല ഞങ്ങൾ ഞങ്ങളുടെ കറികളിൽ യൂസ് ആക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കുറുകിയ കറിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ കറിയൊന്നും ഇഷ്ടമില്ല. അങ്ങനെ ഇതും നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഇത് കുറുകാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മിക്സ്, അതായത് ഈ മസാലകളുടെ മിക്സ് നല്ല മൂത്ത് വന്നിരിക്കുന്ന ഈ മസാലകളുടെ മിക്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ മസാല നന്നായിട്ട് തിളച്ചാലാണ് കേട്ടോ എല്ലായിടത്തും ഈ മസാല ഒരു സെയിം അളവിലെത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല തിള കയറി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി ഇട്ട് കുഴച്ച് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് കറിയിലേക്കൊന്ന് നമുക്ക് മുക്കിയിടാൻ പാകത്തിന് അങ്ങനെ ഒന്ന് വച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കണം. കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ കറി എത്ര ടേസ്റ്റിയാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം അത്ര ഒരു കളർഫുള്ളായിട്ടാണ് ചിക്കൻ കറി ഇരിക്കുന്നത്. മൂടി വെച്ച് വേവിച്ചു. അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ ഓൾറെഡി കുറേ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് വെള്ളം നമ്മൾ അന്നേരം ഊറ്റണ്ട. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ഗാർണിഷ് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. എന്തായാലും അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസൊക്കെ ട്രൈ ചെയ്ത് നോക്കിൻ്റെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ ഇത് തേങ്ങാച്ചോറും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഊണ് കുശാലാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം.